ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും കെയ്നീഷ്യൻ എക്കണോമിക്സിനെ കുറിച്ചാണ് മെയിനായിട്ടും പറയുന്നത്. കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ സ്കൂൾ ഓഫ് തോട്ട് വിച്ച് വാസ് ഡെവലപ്ഡ് ആഫ്റ്റർ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം വന്നിരുന്ന മെയിനായിട്ടുള്ളൊരു സ്കൂൾ ഓഫ് തോട്ടാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആദ്യം നമ്മൾ കെയ്ൻസിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ ഏതാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ഹു ലീവ്ഡ് ബിറ്റ്വീൻ 1883 to 1946. And he was also a student of Cambridge University. He studied from Cambridge University, and he was a student of both Marshall, Alfred Marshall and Pigot. അപ്പോൾ അദ്ദേഹം മാർഷലിൻ്റെയും പിഗുവിൻ്റെയൊക്കെ ഒരു ശിഷ്യനായിരുന്നു കെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മാർഷൽ ഇവരെല്ലാം ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകളാണ് ഇവരെല്ലാം. അപ്പോൾ അത് അവരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു കെയ്ൻസ് എന്ന് പറയുന്നത്. And his father's name was John Neville Keynes. John Neville Keynes, he was also an economist in Britain. അപ്പോൾ അദ്ദേഹം ഈ എക്കണോമിക്സിൽ കുറേ ബുക്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ജോൺ നെവില്ലി കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു. ദെൻ Keynes, when you talk about Keynes, he was just like Marshall, Smith, അതേപോലെ റിക്കാർഡോ അവരെ പോലെയൊക്കെ. ഹി വാസ് ഓൾസോ ആൻ ഇൻഫ്ലുവൻഷ്യൽ എക്കണോമിസ്റ്റ്, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ in the earlier part of the 20th century. He was an influential economist. Then he is also, the Keynesian economics is also known as new economics because through the writings of Keynes, a lot of changes took place in the theoretical and policy framework. അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാണ്. The system which was existed before the school of thought which was existed before the Keynes it was classical ideology and also neoclassical ideas based on the marginalist concept. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടും നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ അല്ലെ നിയോ ക്ലാസിക്കൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റ് ഓറിയൻറ്റഡ് അല്ലെ, എല്ലാം ഒരു പ്രൈസ് മെക്കാനിസം, ഒരു ഫ്രീ കോമ്പറ്റീറ്റീവ് വേൾഡാണ് അത് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷനൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കുറേ ബുക്സുകളാണ്, മെയിനായിട്ടുള്ള കുറേ ബുക്സുകളാണ് ഇതിരിക്കുന്നത്. ഒന്നാമത്തെ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. അപ്പോൾ ശരിക്കും അദ്ദേഹം ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു കാലഘട്ടം, കൊളോണിയലൈസേഷൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അതേപോലെ എ ട്രീറ്റീസ് ഓൺ പ്രോബബിലിറ്റി, റിവിഷൻ ഓഫ് ദ ട്രീറ്റി, ദെൻ എ ട്രാക്ട് ഓൺ monetary reforms, the economic consequences of Mr. Churchill, then laissez-faire and communism, a treatise on money, then the measures to prosperity, then the general theory of employment, interest and money, and finally how to pay for the war, a radical plan for the Chancellor of Exchequer. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കുറേ ബുക്സാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ തിയറി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1936, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദിസ് ബുക്ക് ഹിസ് കോൺട്രിബ്യൂഷൻസ്, ഹിസ് മെയിൻ ഐഡിയാസ് റിഗാർഡിങ് ദി economy or the current economic scenario were explained. അപ്പോൾ ആ ഒരു ബുക്കിലാണ് അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്സും കോൺട്രിബ്യൂഷൻസ് എല്ലാം വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയ്നീഷ്യൻ ഐഡിയാസൊക്കെ കെയ്നീഷ്യൻ റെവല്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമാണ്. യു നോ ദ സിറ്റുവേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് during the time of depression. The problem that existed was lack of demand. അപ്പോൾ അവിടെ ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ടായിരുന്നു.
പക്ഷേ ആ പ്രോഡക്റ്റുകളൊന്നും വാങ്ങുവാനുള്ള പർച്ചേസിങ് പവർ ജനങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ഫെയിലിയർ ഓഫ് സോ കോൾഡ് ക്ലാസിക്കൽ തിയറീസ്, അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിൻ്റെയൊക്കെ ഒരു 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 അതിൻ്റെയൊക്കെ ഒരു ഫെയിലിയറാണത് കാണിക്കുന്നത്, ഈ പറയുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം ഈ ക്ലാസിക്കൽ ഐഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് കെയ്ൻസിൻ്റെ റൈറ്റിങ്സ് എല്ലാം വന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എല്ലാം, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന റൈറ്റിംഗ് ഇതിനെല്ലാം പ്രാധാന്യം കിട്ടിയത്. ആൻഡ് the measures that to be taken to overcome the depression was clearly explained in his famous book General Theory. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുക. അതിനൊറ്റൊരു പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നതാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. Government should actively interfere in economic activities. Government should fund various activities. Government should increase their expenditure. Government should follow a deficit budget. Government should borrow from external sources and spend. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ the problem of unemployment can be solved, the problem of overproduction can be solved, the purchasing power of the people can be increased, and therefore only through government intervention of government expenditure the effective demand can be increased, which would ensure which would increase the level of employment, etc. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറലായിട്ടുള്ള ഒരു വിഷനാണ് ഈ കെയ്ൻസിനും ഉണ്ടായിരുന്നത്. Then he undoubtedly recognized the importance of government in maintaining economic stability. അപ്പോൾ അതൊരു പോസ്റ്റ് ഡിപ്രഷൻ ഒരു പീരീഡ് എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് കെയ്നീഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ഭാഗമായിട്ട് സെക്കൻഡ് ആൻഡ് ഫോർത്ത് സെമ്മിലായിട്ട് നിങ്ങളത് പഠിച്ചിട്ടുള്ള ഒന്നാമത്തെ ഒരു കോൺട്രിബ്യൂഷൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. കെയ്ൻസിൻ്റെ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് അദ്ദേഹം മെയിനായിട്ടും പറഞ്ഞ എന്താണ്, ദി ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി എഫക്റ്റീവ് ഡിമാൻഡ്. ദ മെയിൻ ടേം അദ്ദേഹം യൂസ് ചെയ്യുന്നത് എഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. And the unemployment is mainly caused by effective demand, lack of effective demand, and employment can be promoted through increasing or improving the level of effective demand. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡാണ് മെയിനായിട്ടും എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഈ എഫക്റ്റീവ് ഡിമാൻഡ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദി അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതാണ് അദ്ദേഹം പറയുന്നത്. അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് കോൺസ്റ്റൻറ്റ്, അസ്യൂംഡ് ആസ് കോൺസ്റ്റൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ദാറ്റ് ഡിറ്റർമിൻസ് ദി ലെവൽ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്, വിച്ച് ഇൻ ടേൺ ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പം അൺഎംപ്ലോയ്മെൻറ്റിനുള്ള മെയിനായിട്ടുള്ള കാരണം ലാക്ക് ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തിയറിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൺസംഷൻ ഫങ്ഷനാണ്. അപ്പോൾ കൺസംഷൻ ഫങ്ഷൻസ് കെയ്ൻസ് പറഞ്ഞ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. അതാണ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഐ എന്നുള്ള എഴുതിയിട്ടുണ്ട്. കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം, ബട്ട് ദർ ഈസ് എ നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ഇൻക്രീസ് ഇൻ ഇൻകം. അപ്പോൾ ഇൻകത്തിലുണ്ടാകുന്ന വർധനവിലും കുറഞ്ഞ വർധനവിനാണ് കൺസംഷൻ ഉണ്ടാകുന്നത്. പക്ഷേ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസംഷൻ ഇൻക്രീസ് ചെയ്യും, ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കൺസംഷൻ ഫങ്ഷനാണ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. അപ്പം എ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് പാർട്ട് ഓഫ് കൺസംഷൻ, ബി ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, വൈ ഈസ് ഇൻകം. ആൻഡ് ദ ലെവൽ ഓഫ് ഇൻകം ദാറ്റ് ഈസ് സ്പെൻറ്റ് ഓൺ കൺസംഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതാണ് കെയ്ൻസ് മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്കൊരു 100 രൂപ കിട്ടി. ആ 100 രൂപയിൽ ഒരു 75 രൂപ നമ്മൾ കൺസംഷനായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പം നമ്മൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് 0.7 ആണ്.
ഓക്കെ, ബാക്കി എമൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും അപ്പോൾ ഉപയോഗിക്കുക? 75 രൂപ കൺസംഷൻ ഉപയോഗിച്ച് ബാക്കി നമ്മൾ എന്താ ചെയ്യുക? സേവ് ചെയ്യും. അതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം ആൻഡ് ദ ലെവൽ ഓഫ് ഇൻകം വിച്ച് ഈസ് സ്പെൻഡ് ഓൺ കൺസംഷൻ ഡിപ്പെൻഡ്സ് ബൈ ഡിറ്റർമിൻഡ് ബൈ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. Then saving function. Keynes also believed that the saving is also a function of income and which is also positively related to income and the proportion of amount of income saved is determined by marginal propensity to save, MPS. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് MPC plus MPS is equal to 1. ദാറ്റ് മീൻസ് MBCയിൽ നിന്ന് MBC MBSും ഇതിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 50 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്താൽ 50 രൂപ നമ്മൾ സേവ് ചെയ്യും. അപ്പം 0.5 MBCയും 0.5 MBSും ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പം സേവിങ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫങ്ഷൻ. It is investment that mainly determines the level of employment. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് അല്ലെ അഗ്രിഗേറ്റ് ഡിമാൻഡിന് മെയിനായിട്ട് വരുന്നൊരു കമ്പോണൻ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള മെയിനായിട്ടുള്ളൊരു മാർഗം ഈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടു വേരിയബിൾസ്. ഒന്നാമത്തെ ഒരു വേരിയബിൾ അദ്ദേഹം പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. There is an inverse relationship between rate of interest and investment. That means higher the rate of interest, lower will be the investment and vice versa. അതേപോലെ മറ്റൊരു ഫാക്ടർ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നതാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, MEC എന്ന് പറയും. MEC എന്ന് പറയുമ്പോൾ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം എ ഗിവൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ഗിവൺ ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതിൻ്റെ റേറ്റാണ് നമ്മൾ ഇതിൽ MEC എന്ന് പറയുന്നത്. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡിറ്റി ഫങ്ഷൻ, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറി. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദ കെനീഷ്യൻ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അല്ലെങ്കിൽ കെനീഷ്യൻ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. അതിൻ്റെ പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെ അകത്ത് പറയുന്നത് ദ മണി ഈസ് ഡിമാൻഡഡ് ഫോർ 3 പർപ്പസസ്. ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ പർപ്പസ്, പ്രിക്കോഷണറി പർപ്പസ് ആൻഡ് സ്പെക്കുലേറ്റീവ് പർപ്പസസ്. And transaction precautionary motive or precautionary demand for money is a function of income, whereas the speculative demand for money is a function of rate of interest. അതാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പം നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടിയും അതേപോലെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കീപ്പ് ചെയ്യുന്ന പണം ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതേ പക്ഷേ നമ്മുടെ സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ദ മണി വിച്ച് വി യൂസ് ഇൻ various speculative activities like trading in stock markets, etc. And speculative demand for money related to the rate of interest. Higher the rate of interest, lower will be the speculative demand for money. Lower the rate of interest, higher will be the speculative demand for money. അപ്പോൾ അങ്ങനെ ഒരു 3 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ദാറ്റ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ. കെയ്ൻസിൻ്റെ കൺസെപ്റ്റിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് ദി എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ഗിവൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു നിശ്ചിത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരാൾക്ക് പ്രതീക്ഷിക്കുന്ന റിട്ടേണിൻ്റെ നിരക്കിനെയാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹയർ ദ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. മറ്റൊരു തിയറിയാണ് നമ്മൾ കെയ്ൻസിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ അദ്ദേഹം അതിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു 2 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡൽ, 4 സെക്ടർ മോഡൽ. 2 സെക്ടർ മോഡലിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് C+I കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റും. 3 സെക്ടർ മോഡലാകുമ്പോൾ C+I+G ഗവൺമെൻറ് സ്പെൻഡിങ്ങും വരും.
ഫോർ സെക്ടർ മോഡലിൽ C+I+G+X-M എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിഫറൻസ്. ഓക്കെ, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഫാക്ടേഴ്സാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് തീരുമാനിക്കുന്നത്. ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സേവിങ്. ഓക്കെ, കൺസിസ്റ്റിംഗ് ഓഫ് സേവിങ് പ്ലസ് കൺസംഷൻ, ടോട്ടൽ അഗ്രിഗേറ്റ് സപ്ലൈ ഓഫ് ഇൻകം അതാണ് കാണിക്കുന്നത്. ഓക്കെ, C+S. അപ്പം ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൺസംഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ട്, അതേപോലെ നെറ്റ് എക്സ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയും തുല്യമാകുന്ന പോയിന്റിൽ ദ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ്. ഓക്കെ, അപ്പോൾ ആ 2 സെക്ടർ 3 സെക്ടർ 4 സെക്ടർ മോഡലൊക്കെ നമ്മൾ പറയുന്നത് ഇതാണ്. ദെൻ മൾട്ടിപ്ലയർ. This is another important, one of the most important contributions of Keynes to economics. And the investment, the multiplier concept which was introduced by Keynes was known as the investment multiplier. Which shows the ratio of change in income to change in investment. ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഇൻകത്തിലുണ്ടാകുന്ന എത്രമാത്രം മാറ്റം വരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന മാറ്റം മൂലം ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രമാത്രം മാറ്റം വരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, ദർ വിൽ ബി എ മൾട്ടിപ്ലൈ ടൈംസ് ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് ഇൻകം. മൾട്ടിപ്ലൈ ടൈംസ് ഇൻക്രീസ് ഇൻ ദി ലെവൽ ഓഫ് ഇൻകം ഡ്യൂ ടു എ സ്മോൾ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് മൾട്ടിപ്ലെയർ എഫക്റ്റ്, മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 1/1 - MBC ഓർ 1/MPS. അതിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മൾട്ടിപ്ലെയറിൻ്റെ. അപ്പം ഹയർ ദ വാല്യൂ ഓഫ് MBC ഹയർ വിൽ ബി ദ ലെവൽ ഓഫ് മൾട്ടിപ്ലെയർ. അപ്പോൾ MBCയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് മൾട്ടിപ്ലെയർ ഇമ്പാക്റ്റും കൂടിക്കൂടി വരും. അതാണ് മറ്റൊരു കോൺട്രിബ്യൂഷൻ. So these are the various contributions of Keynes to the subject economics. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോൺട്രിബ്യൂഷൻസാണ് കെയ്ൻസിൻ്റേതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ കുറച്ചൊരു പാരഗ്രാഫ് ടൈപ്പ് നിങ്ങളത് പഠിക്കുക. Now one more topic, the differences between the classical and Keynesian economics. It's very you might be very much aware about the major differences between the classical and Keynesian ideas. അപ്പം നിങ്ങളത് നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിലൊക്കെ നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ ക്ലാസിക്കൽസ് ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എക്കോണമിയാണ് പറയുന്നത്. കെയ്നീഷ്യൻസ് എന്താണ്, ലെസ് ദാൻ ഫുൾ എംപ്ലോയ്, ഒരു അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് പറയുന്നത്. ദെൻ ക്ലാസിക്കൽസ് പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, സെയിൽസ് ലോയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ദർ വിൽ ബി ഡെഫിഷ്യൻസി ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ സപ്ലൈ ഒരിക്കലും അതിൻ്റെ ഡിമാൻഡ് തീരുമാനിക്കില്ല, അവിടെ ഡെഫിഷ്യൻസി ഉണ്ട്. ആ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് വേണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിക്കൽ ഐഡിയാസ് വെർ ബേസ്ഡ് ഓൺ ലേസസ് ഫെയർ ഡോക്ട്രിൻ. പക്ഷേ കെയ്ൻസ് എന്താണ്, അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണമെന്നാണ് പറയുന്നത്. Then classicals assumed that there is a saving investment equality. അപ്പം പക്ഷേ അദ്ദേഹം പറയുന്നത് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റി ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റി ഡിറ്റർമിൻസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് ക്ലാസിക്കൽസ് പറഞ്ഞത്. പക്ഷേ കെയ്ൻസ് പറയുന്നത് ഇറ്റ് ഈസ് എ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് ഇൻകം ഓർ ദി മണി സപ്ലൈ. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ക്ലാസിക്കൽസ് പറഞ്ഞ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിവാർഡ് ഫോർ അബ്സ്റ്റിനൻസ്. അബ്സ്റ്റൻസ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്ന ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ കെയ്ൻസ് പറഞ്ഞതാണ് ഇറ്റ്സ് എ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ തുടക്കത്തിൽ തന്നെ അത് പറയുന്നു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി വേണ്ടെന്ന് വെക്കുന്നതിന് കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ് എന്നാണ്. Then Keynes classicals argued that money does not matter. But Keynes says that he suggested that money always matters. Then classicals believed that money is neutral. That means money cannot influence the real variables like employment, output, income, etc. പക്ഷെ അതുകൊണ്ടാണ് അത് മണി ഡസ് നോട്ട് മാറ്റർ എന്ന് അവർ പറയുന്നത്. പക്ഷേ
Keynes money is not a neutral, it's non-neutral because it can affect, it can influence employment, income, output, liquidity, etc. അപ്പം അതുകൊണ്ട് അതൊരിക്കലും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല. ദെൻ ദർ ഇസ് എ ഡൈക്കോട്ടമി ബിറ്റ്വീൻ മോണിറ്ററി തിയറി ആൻഡ് ജനറൽ തിയറി. ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഡൈക്കോട്ടമി ഡിഫറൻസ്. പക്ഷേ കെയ്ൻസിൻ്റെ കൺസെപ്റ്റിൽ ദർ ഇസ് money and general theories are monetary and general theories are integrated. ക്ലാസിക്കൽസ് എന്ന് പറയാൻ അവിടെ ഈ പറയുന്ന മോണിറ്ററി തിയറീസും അതായത് ജനറൽ തിയറി, എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് എല്ലാം സെപ്പറേറ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ ക്ലാസിക്കൽസ് പറഞ്ഞല്ല, കെയ്ൻസ് പറഞ്ഞാൽ അത് ഇൻറ്റഗ്രേറ്റഡ് ആണെന്നുള്ളതാണ്. ദെൻ ക്ലാസിക്കൽസ് പറഞ്ഞ ഈ വേജ് റിഡക്ഷനാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഓവർകം ചെയ്യുന്നുള്ള മെയിനായിട്ടുള്ള ഒരു 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 സൊല്യൂഷൻ. അൺഎംപ്ലോയ്മെൻറ്റ് വന്നാൽ ദ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ത്രൂ എ വേജ് കട്ട്. കെയ്ൻസ് പറഞ്ഞതാണ് അൺഎംപ്ലോയ്മെൻറ്റ് വന്നു, ഇഫ് വേജ് കട്ട് മീൻസ് ദി പർച്ചേസിങ് പവർ ഓഫ് ദ പീപ്പിൾ വിൽ ബി ഡിക്രീസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, ഡിക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് എല്ലാവരും ഡൗൺവേർഡ് ഡിറക്ഷനിലാണ് പോകുന്നത്. അപ്പം വേജ് കട്ട് ഈസ് നോട്ട് എ സൊല്യൂഷൻ ടു പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത്, ക്ലാസിക്കൽസ് പറഞ്ഞത്, ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഡിറ്റർമിൻഡ് ബൈ money wage. But whereas the Keynes suggested that the level of employment and demand for labor is determined by real wage. ക്ലാസിക്കൽസ് ഒരു മണി വേജിനാണ് പ്രാധാന്യം കൊടുത്തത്. ദേ നെവർ ബോതേഡ് അബൌട്ട് ദ റിയൽ വേജ് കൺസെപ്റ്റ്. ഇപ്പോൾ കെയ്ൻസ് എല്ലാം റിയൽ കൺസെപ്റ്റാണ്, റിയൽ വേജ്, റിയൽ ഇൻകം, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ. ദെൻ the application of partial equilibrium analysis to economic problems. കെയ്ൻസിൻ്റെ ഒരു ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസാണ്. പക്ഷേ എന്നാൽ ക്ലാസിക്കൽസിൻ്റേത് എന്താ, ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസാണ്. ദെൻ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്ലാസിക്കൽ തിയറീസ് കൺസേൺ primarily with the distribution of social product, whereas the Keynesian theories are concerned primarily with the determination of social product. അതേ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തെ ഡിറ്റർമിനേഷൻ. മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ദ ക്ലാസിക്കൽസ് നെവർ വറീഡ് കൺസേൺഡ് അബൌട്ട് ദ പ്രോബ്ലം ഓഫ് ക്രൈസിസ്, ബട്ട് കെയ്ൻസ് വാസ് കൺസേൺഡ് അബൌട്ട് ദ പ്രോബ്ലം ഓഫ് ക്രൈസിസ് ബിക്കോസ് ദ ക്ലാസിക്കൽസിൻ്റെ കൺസെപ്റ്റിൽ അവിടെ ഈ ക്രൈസിസ്, ഡിപ്രഷൻ അല്ലെങ്കിൽ റിസഷൻ അങ്ങനെയുള്ള പ്രോബ്ലമേ ഉണ്ടാവില്ല. പക്ഷെ കെയ്ൻസ് അത് റിയലി എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. Also he was concerned about the problem of crisis. Then the classicals always praised the savings and thrift because അതൊന്നും ഒരു എക്കോണമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കെയ്ൻസ് എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്ത് സ്പെൻഡിങ് ആൻഡ് ത്രിഫ്റ്റ്ലെസ്നെസ്, അതാണ് അദ്ദേഹം എപ്പോഴും പ്രൊമോട്ട് ചെയ്തിരുന്നത്. ദെൻ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ക്ലാസിക്കൽസ് അഡ്വക്കേറ്റഡ് through going competition. That means their models mainly based on the assumption that there exists perfect competition. But Keynes was against that. He argued for, he supported government intervention and public policy. Then classicals favored a balanced budget, but Keynes favored a deficit budget. That means more government spending. Then ക്ലാസിക്കൽസിൻ്റെ ഒരു സ്റ്റാറ്റിക് എക്കണോമിക് മോഡൽസ് ആയിരുന്നു, ബട്ട് Keynesian economics was more dynamic. Then classical theories were mainly concerned about long-run equilibrium, but Keynesian theories were concerned about short-run equilibrium. അപ്പോൾ കെയ്ൻസ് പറഞ്ഞാൽ ഇൻ ദ ലോങ് റൺ വി ഓൾ ആർ ഡെഡ്. അപ്പോൾ ലോങ് റണ്ണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, കാരണം ലോങ് റണ്ണിൽ നമ്മൾ ആരുമില്ല. സോ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തെക്കുറിച്ചാണ് കെയ്നീഷ്യൻ തിയറീസിലെല്ലാം മെയിനായിട്ടും പറഞ്ഞിരുന്നത്. So these are the some of the differences between classical and Keynesian theories. Okay.